ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യയിൽ കുറ്റാരോപിതയായ ഷിംജിത എന്ന യുവതിയെ കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് 5 മണി വരെയാണ് കസ്റ്റഡി. കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. എന്നാൽ ബസ്സിൽ വെച്ച് പീഡനം നേരിട്ടുവെന്നും പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് ഷിംജിതയുടെ പ്രതികരണം. ഇന്ന് 5 മണി വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. എന്താണ് മറ്റ് നടപടിക്രമങ്ങൾ? തെളിവെടുപ്പിനടക്കം പോകാൻ സാധ്യതയുണ്ടോ? ചിലപ്പോൾ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒരു സാധ്യതയുമുണ്ടല്ലോ. ദിവിഷ്മണി, തീർച്ചയായിട്ടും 2 ദിവസത്തെ പോലീസ് കസ്റ്റഡി ആയിരുന്നു പോലീസ് ചോദിച്ചിരുന്നത്. പക്ഷേ 1-ാം ക്ലാസ്, അതായത് കുന്നമംഗലത്തെ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കിയത്. അവിടെ വെച്ച് പ്രതിഭാഗം പറഞ്ഞത് അങ്ങനെ കൂടുതൽ ദിവസത്തെ കസ്റ്റഡിയിൽ കൊടുക്കരുത്. കാരണം പ്രത്യേകിച്ചും ഈ ജാമ്യ ഹർജിയൊക്കെ പരിഗണിക്കുന്ന കാര്യത്തിൽ അതൊക്കെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് പോലീസ് നടത്തി വരുന്നത് എന്ന് പ്രതിഭാഗം ഉന്നയിക്കുകയും ചെയ്തു. അതോടുകൂടി ഇന്ന് വൈകുന്നേരം 5 മണി വരെയുള്ള കസ്റ്റഡിയാണ് ഇപ്പോൾ ഷിംജിതയുടെ കാര്യത്തിൽ അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി തെളിവെടുപ്പോ മറ്റു നടപടികളോ ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ട് തന്നെ വെച്ച് ഇന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്കാണ് പോലീസ് ഇന്ന് കടക്കുക. ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യുക എന്ന നടപടി ഇന്ന് പൂർത്തീകരിക്കും എന്നുള്ളത് കൂടിയാണ് കാര്യം. ഇന്നലെ റിമാൻഡ് 14 ദിവസം ഇന്നലെ പൂർത്തിയായിരുന്നു. പക്ഷേ ജാമ്യ ഹർജി കൊടുത്തെങ്കിലും അത് പരിഗണിക്കുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും പോലീസ് റിപ്പോർട്ട് അടക്കം കോടതിക്ക് കാണേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും 14 ദിവസം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുള്ളത്. നാളെ ജാമ്യ ഹർജി കോഴിക്കോട് ജില്ലാ കോടതി പരിഗണിക്കുകയും ചെയ്യും. ഇന്നത്തെ കസ്റ്റഡി കഴിഞ്ഞ് വീണ്ടും 5 മണിക്ക് കസ്റ്റഡി കഴിഞ്ഞ് വീണ്ടും ജയിലിലേക്ക് ഷിംജിതയെ മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് കാര്യം. ഇതിലിപ്പോൾ പ്രധാനമായിട്ടും ഷിംജിത ഇന്ന് ഈ കോടതിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ തൻ്റെ പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ബസ്സിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക പീഡനം, അതായത് പീഡനം നടന്നിട്ടുണ്ട്, ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ദീപക്കിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഷിംജിത ഉറച്ചു നിൽക്കുന്നത്. താൻ വെറുതെ ഒന്നും പറയുന്നതല്ല, അങ്ങനെ തന്നെയാണ് ഉണ്ടായത് എന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടുള്ള പ്രതികരണമാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ കണ്ണൂർ പോലീസിൽ, സൈബർ പോലീസിൽ ഷിംജിതയുടെ സഹോദരൻ ഒരു പരാതി നേരത്തെ നൽകിയിരുന്നു. അതായത് ഷിംജിതയ്ക്ക് ബസ്സിൽ വെച്ച് ദീപക്കിൽ നിന്ന് പീഡനം ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലാണ് ഇമെയിൽ മുഖാന്തരം അന്നൊരു പരാതി നൽകിയിരുന്നത്. ആ പരാതിയിലടക്കം നടപടി വേണം എന്ന കാര്യത്തിലാണ് പ്രതിഭാഗം ഉറച്ചു നിൽക്കുന്നത്, ഷിംജിത അടക്കമുള്ളവർ ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് കാര്യം. എന്തായാലും പോലീസ് ഇന്ന് കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് പോലീസ് ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഇന്ന് 5 മണി വരെയാണ് അതിനുള്ള സമയമുള്ളത്. അത് കഴിഞ്ഞാൽ ഷിംജിതയെ ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പിന്നീട് അടുത്ത ദിവസം ഷിംജിതയുടെ ജാമ്യ ഹർജി കോടതിയിൽ എത്തുകയും ചെയ്യും, ജാമ്യ ഹർജി പരിഗണിക്കുകയും ചെയ്യും. ഷിംജിതയുടെ പ്രതികരണത്തിലേക്ക് വേണ്ടും. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഷിംജിതയുടെ പ്രതികരണം. ഇന്ന് 5 മണി വരെയാണ് ഇവരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്.